celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. സമാനതകളില്ലാത്ത ദുരന്തം വിതച്ച വയനാട് ഉരുൾപൊട്ടൽ കേരളം കണ്ട ഏറ്റവും ഭീതിതമായ പ്രകൃതി ദുരന്തമാണ്. എക്കാലത്തെയും നോവുന്ന ഓർമ്മയായി അവശേഷിക്കുന്ന ഈ ദുരന്തം നടന്നിട്ട് 4 മാസം കഴിഞ്ഞിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര വേഗതയില്ലെന്നാണ് മനസ്സിലാകുന്നതെന്നും ഇക്കാര്യത്തിൽ അമേരിക്കൻ മലയാളി സംഘടനകളുടെ ഫെഡറേഷൻ എന്ന നിലയിൽ ഫോമയ്ക്ക് ആശങ്കയുണ്ടെന്നും പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ പറഞ്ഞു. വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ 2024 ജൂലൈ 30 മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം, കുഞ്ഞോം എന്നിവിടങ്ങളിൽ പുലർച്ചെ ഉണ്ടായ ഒന്നിലധികം ഉരുൾപൊട്ടലുകളിൽ കുറഞ്ഞത് 417 പേർ മരിക്കുകയും 378 പേർക്ക് ഗുരുതര പരിക്കുകളേൽക്കുകയും ചെയ്തു. 47 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചൊഴുകിയ മണ്ണും മരവും ഏതാണ്ട് 6 ദശലക്ഷം ക്യൂബിക് മീറ്റർ വരും എന്നാണ് ഒരു പഠനം വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണെന്നിരിക്കെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. 2 ഗ്രാമങ്ങൾ മുഴുവനായും ഒലിച്ചുപോയി. ഏതാണ്ട് 2000 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. ദുരന്തത്തെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേരളം നൽകിയ 2219.033 കോടി രൂപയുടെ പാക്കേജിൽ 600 മുതൽ 700 കോടി രൂപയ്ക്ക് മുകളിൽ നൽകാൻ വകുപ്പില്ലെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിലപാട്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും കേന്ദ്ര നിലപാട് നിരാശാജനകമെന്നും ബേബി മണക്കുന്നേൽ പറഞ്ഞു. ജന്മനാടിനോട് പ്രതിബദ്ധതയുള്ള ഫോമയ്ക്ക് വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ പ്രത്യേക താൽപര്യമുണ്ടെന്നും ഇതിനായി സംഘടനയുടെ നേതൃത്വത്തിൽ ഗോഫണ്ടിലൂടെ പണം സ്വരൂപിക്കുന്നുണ്ടെന്നും ദുരന്തഭൂമിയിൽ പാർപ്പിട പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്നും ബേബി മണക്കുന്നേൽ വ്യക്തമാക്കി. എന്നാൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേ മനസ്സോടെ അതിലേറെ ആത്മാർത്ഥതയോടെ വേഗത്തിൽ നടപടിയെടുത്താലേ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കുവാനും പുനരധിവാസ പദ്ധതികൾ വിഭാവനം ചെയ്ത പോലെ പൂർത്തീകരിക്കാനും സാധിക്കുകയുള്ളൂവെന്ന് ഫോമ കരുതുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayaali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.